ഹലോ, നമ്മളിപ്പം ഇന്ന് ഒരു ഷേക്ക് അടിച്ചാലോ? നമ്മൾ ആ നേരത്തെ ഒരു ഹെൽത്തി ഷേക്കിന്റെ വീഡിയോ ഇട്ടില്ലേ? അപ്പം അതുപോലത്തെ ഒരു ഹെൽത്തി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആണ്. ഇതിൻ്റെ അത് ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ബദാമും കാഷ്യൂ നട്ടും അങ്ങനെ നട്ട്സും ഒക്കെ ഇടാം. ചിയാ സീഡ്സ് ഇതൊക്കെ ഇടാം കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇവിടെ അതൊന്നും ഇല്ല. ബദാമാണ് ഞങ്ങൾ കഴിച്ച് തീർത്തു. എന്ത് ചെയ്യാൻ? വാ നമുക്കപ്പം ഇന്ന് ഇത് ഒരു ഇച്ചിരി പാലുണ്ട്. നിങ്ങൾക്ക് വേണ്ട അത്രയും പാലെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത് കണ്ടല്ലോ, നിങ്ങൾ അളവ് ശ്രദ്ധിച്ചു കേട്ടോ. ഇച്ചിരി മതിയേ. ആ കളറിന് മാത്രമല്ല, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതൊന്നും ഇളക്കാം കേട്ടോ. ആരോഗ്യത്തിന് വളരെ നമുക്ക് പല രോഗങ്ങളെയും തടുക്കാൻ സാധിക്കുന്നുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ മഞ്ഞളിട്ട വളരെ നല്ലതാണ് ശരീരത്തിനും. പല അസുഖങ്ങളും. പക്ഷെ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒന്നീ വീട്ടിൽ പൊടിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ മഞ്ഞൾ വാങ്ങാം. അപ്പം ഇവിടെ നേരത്തെ കുറച്ച് നല്ല മഞ്ഞൾ ഇരിപ്പുണ്ട്. അതായത് എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ആ മഞ്ഞളുടെ മണമൊന്ന് നമ്മൾ മണത്തൊന്ന് നോക്കണം. ഭയങ്കര മണം. എനിക്ക് ആ മഞ്ഞളുടെ മണം വലിയ ഇഷ്ടമാണ്. ഞാൻ മഞ്ഞൾ അധികമൊന്നും പറയില്ല, മിക്കപ്പോഴും മഞ്ഞൾ കഴിക്കും. മഞ്ഞൾ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കേട്ടോ കഴിക്കുന്നെല്ലാവരും. അപ്പം നമ്മൾ ഏത്തയ്ക്കൊക്കെ ഇട്ട് ഇനിയും അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഇച്ചിരി മുന്തിരി ജ്യൂസാണ്. മുന്തിരി പിഴിഞ്ഞാണ്. എനിക്ക് പാലിനകത്തോട് ശരി മുന്തിരി ഒഴിക്കണമെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു പുളിക്കൊക്കെ വേണ്ടി ഫ്രൂട്ട് ജ്യൂസാണ്. പിന്നെ തീരുമാനിച്ചു വേണ്ട, ഇത് നമുക്ക് കുടിക്കാം കണ്ടോ. എന്നിട്ട് അത് മുന്തിരിയൊക്കെ കൂടി ഒരു ജ്യൂസ് പരുവാക്കി. ഇത് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുടിച്ചു ഇടയ്ക്ക് വെച്ച് ഇത് കുടിക്കും ഉണ്ടാക്കും കൂടെ ആയിരുന്നു. അപ്പം നമുക്ക് അടുത്തത് ചേർക്കാം. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് കാണിക്കും കുട്ടി. ഇത് കണ്ടോ, നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർന്ന ഡേറ്റ്സ് ആണ്. ഈന്തപ്പഴം കണ്ടോ, അതിങ്ങനെ വീഴും. നല്ല രസമല്ലേ കാണാൻ? അപ്പം അതത്ര ഇട്ട് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈസ് റെഡി. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചിരുന്നേ, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആളുടെ പേര് അനാമിക എന്നാണ്. ആൾ നല്ല ക്യൂട്ടാണ് കേട്ടോ, പറയാതെ വയ്യ. നല്ല സ്വഭാവം, എനിക്ക് വലിയ ഇഷ്ടമാണ് ആളുടെ സ്വഭാവം. അപ്പം അയാൾ ചോദിച്ചിരുന്നു എന്നോട് ഇതിനകത്ത് കശുവണ്ടിയൊക്കെ ഇടാവുന്നു. അപ്പം പറയുവാണ് ഞാൻ കശുവണ്ടിയൊക്കെ ഇടാവേ. അപ്പം ബൈ ഇത് ഞാൻ കുടിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം.